1973 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യ കണ്ട ഏറ്റവും മാരകമായ യുദ്ധം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഞായറാഴ്ച മുതൽ ഇസ്രായേലും ഇറാനും തമ്മിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധത്തിൽ നിന്ന് ദുർബലമായ വെടിനിർത്തലിലേക്ക് വഴിമാറിയിരിക്കുന്നു. 12 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയൺ വൻ വിജയമായിരുന്നെന്ന് വെടിനിർത്തലിന് ശേഷം നെതന്യാഹു പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ എന്ത് നേടി? ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു. യുദ്ധത്തിൽ അമേരിക്കയുടെ റോൾ എന്തായിരുന്നു? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. ഇറാന്റെ യുദ്ധാനന്തര ഭാവി ആരുടെ കയ്യിൽ? ഫോഡോ, നതാൻസ്, ഇസ്ഫഹാൻ തുടങ്ങി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ജൂൺ 13 മുതൽ ഇസ്രായേലിന്റെ മിന്നൽ പ്രഹരം. അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ കരാറുകൾ ഇറാൻ അംഗീകരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞയുടൻ പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മൊസാദിന്റെയും ഇസ്രായേൽ വ്യോമസേനയുടെയും ആക്രമണത്തിൽ ഇറാൻ ഇസ്രായേലിന്റെ കൈപ്പിടിയിൽ. പിന്നീട് അങ്ങോട്ടുള്ള ഇസ്രായേലിന്റെ കൃത്യവും വ്യക്തവുമായ നീക്കത്തിൽ ഇറാന്റെ ആണവ സംഭരണ കേന്ദ്രങ്ങളെയും ആണവ ശാസ്ത്രജ്ഞരെയും പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഒരു നാടകം പോലെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം പറയാമെന്നറിയിച്ച ട്രംപ് 2 ദിവസത്തിനുള്ളിൽ ഫോഡോ ആണവ കേന്ദ്രത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു. അതും ഇറാനെ മുൻകൂട്ടി അറിയിച്ചതിനു ശേഷം. ഉപഗ്രഹ ചിത്രങ്ങളിൽ ആക്രമണം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ട്രക്കുകൾ വിന്യസിക്കുന്നത് കാണാം. ഭൂഗർഭ ആണവ റിയാക്ടർ ആക്രമിച്ചിട്ടും അണുവികിരണം ഉണ്ടായില്ലെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ തന്ത്രപൂർവ്വം മാറ്റിയെന്നും യുഎന്റെ ആണവോർജ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് ഈ റിപ്പോർട്ട് പരസ്യമായി തള്ളുകയാണുണ്ടായത്. ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചതനുസരിച്ച് ഇനി മുതൽ ആണവോർജ ഏജൻസിയെ ഇറാനിൽ പ്രവേശിപ്പിക്കില്ലെന്നും തീരുമാനിച്ചു. അമേരിക്കയുടെ ആക്രമണത്തിന് പ്രത്യാക്രമണമെന്നോണം ഖത്തറിലെ അമേരിക്കൻ എംബസിയും മുൻകൂട്ടി അറിയിച്ച് ആക്രമിച്ചു. ആളപായമില്ല, പരാതികളില്ല. അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാന്റെ ചെറിയ പ്രതികാരം. എന്നാൽ ഇറാൻ ആണവായുധം ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ല ജൂൺ 13 ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മാസങ്ങൾക്ക് മുമ്പായിരുന്നു താൻ ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുത്തതെന്നും ആക്രമണത്തിന് 2 ആഴ്ച മുമ്പാണ് സമയം നിശ്ചയിച്ചതെന്നും നെതന്യാഹു അടുത്തിടെ ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ ശാസ്ത്രജ്ഞരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇറാനിലേക്ക് മൊസാദ് ഡ്രോണുകളും ലോഞ്ചറുകളും രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നു. തുടർന്ന് ഓരോരുത്തരെയായി കൊലപ്പെടുത്തി. മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ലോഞ്ച് ബേസ് സ്ഥാപിക്കുകയും ടെഹ്റാനിനടുത്ത് മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കുവാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു. മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ലോഞ്ച് ബേസ് സ്ഥാപിക്കുകയും ടെഹ്റാനിനടുത്ത് മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കുവാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു. മൊസാദും ഇസ്രായേൽ സൈന്യവും കഴിഞ്ഞ 3 വർഷമായി തയ്യാറെടുത്ത് നടപ്പിലാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നും ഇത് ശരിവെക്കുന്നു. അമേരിക്കൻ എംബസിക്ക് മുകളിൽ ഇറാന്റെ മിസൈൽ പതിച്ചതോടെ
അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപനവുമായി പതിവ് പോലെ ട്രംപ് എത്തി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സമാധാന ദൂതുമായി എത്തിയെന്ന ഏകപക്ഷീയ അവകാശവാദം പോലെ വെടിനിർത്തൽ പ്രഖ്യാപനമെല്ലാം ഇപ്പോൾ ട്രംപിന്റെ കുത്തകയാണ്. സംഘർഷം മുന്നോട്ടുള്ള വഴിയല്ലെന്ന് വാഷിംഗ്ടണിന് അറിയാമായിരുന്നു. ഭൗമരാഷ്ട്രീയ പരിഗണനകൾ മാറ്റി നിർത്തിയാൽ യുഎസിനെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചാൽ അത് ഡൊണാൾഡ് ട്രംപിന് രാഷ്ട്രീയമായി ദോഷകരമാകും. ആഭ്യന്തര ജനകീയ പിന്തുണ നഷ്ടപ്പെടാതെ സംഘർഷാവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കുവാൻ ഒരു എക്സിറ്റ് പോയിന്റ് ആവശ്യമാണെന്ന് ട്രംപിന് അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്നത് വെടിനിർത്തൽ മാത്രമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇറാന്റെ ആണവശക്തി പൂർണ്ണമായും ഇല്ലാതാക്കാനോ ഇസ്രായേൽ ഇല്ലാതാക്കുമെന്ന് ഉറപ്പിച്ച ഖമേനിയെ കൊല്ലാനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. എന്നാൽ രാജ്യത്തിനകത്ത് തന്നെ ഖമേനിക്കെതിരെ ഒറ്റയായും രഹസ്യമായും പ്രതിഷേധിച്ചവർ ഇതോടെ പരസ്യമായി രംഗത്തു വന്നു. ഖമേനിയുടെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ച് പുതിയൊരാൾ അധികാരത്തിൽ വരുമെന്ന് സംസാരവുമുണ്ടായിരുന്നു. അലി ഖമേനിയുടെ രണ്ടാമത്തെ പുത്രനായ മുജ്തബ ഖമേനിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന നിലയിൽ ഏറ്റവും അധികം പറഞ്ഞു കേട്ടത്. മതപരമായും രാഷ്ട്രീയപരമായും ഏറെ സ്വാധീനമുള്ള വ്യക്തിത്വമായ അലി റസ അറഫിയാണ് മറ്റൊരാൾ. അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹസൈനി ബുഷേറിക്കും സാധ്യതയുണ്ടെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. നിലവിലെ നിയമത്തലവനും മുൻ ഇന്റലിജൻസ് മന്ത്രിയുമായ ഗുലാം ഹുസൈൻ മൊഹ്സൈനി, മുൻ വിദേശകാര്യമന്ത്രിയും നിലവിൽ ഖമേനിയുടെ വിദേശനയ ഉപദേഷ്ടാവായ അലി അക്ബർ വെലായിദി എന്നിവരും സാധ്യതാ പട്ടികയിൽ ഇടം നേടിയവരാണ്. ഇതിനെല്ലാം പുറമെയാണ് റിസ പഹ്ലവിയുടെ പേര് ഉയർന്നു കേട്ടത്. ഇറാനിയൻ പ്രവാസികൾക്കിടയിലും ചില പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്കിടയിലും ഇദ്ദേഹം ഏറെ പ്രിയനാണെന്നത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന് സാധ്യത കുറവാണ്. വീണ്ടും ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഷിയ ഭരണം അവസാനിച്ചാൽ മാത്രമേ രാജകുടുംബാംഗമായ റിസ പഹ്ലവിക്ക് വീണ്ടും അധികാരമുറപ്പിക്കുവാൻ സാധിക്കൂ. സിറിയയിൽ സംഭവിച്ചതുപോലുള്ളൊരു അട്ടിമറി ഇറാനിലും സംഭവിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഈ യുദ്ധത്തിൽ ഖമേനിയെ കൊല്ലുവാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നുവെന്നും അത് സാധിച്ചില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഇറാന് പിന്തുണയുമായി റഷ്യ രംഗത്തു വന്നിരുന്നു. റഷ്യ ഒരേ സമയം ഇറാനും ഇസ്രായേലിനും ഒപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിൽ നിന്നും റഷ്യ എന്ത് നേട്ടമാണ് ലക്ഷ്യം വെച്ചത്? യുക്രൈൻ യുദ്ധവുമായി ഇതിന് ബന്ധമുണ്ടോ? ഈ റഷ്യക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. മോസ്കോ എങ്ങനെയാണ് ഇരുപക്ഷത്തേക്കും നീങ്ങുന്നത്? ഇസ്രായേലിനെ അവർക്ക് വേണം, അതോടൊപ്പം തന്നെ ഇറാനെയും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവർ രണ്ടു കൂട്ടരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുക? ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്ന് റഷ്യക്ക് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ആയിട്ട് അവർ പറയുന്നത് യുഎസിൻ്റെ ശ്രദ്ധയും പിന്തുണയും ഉക്രൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചുവിടപ്പെടുന്നു. അപ്പോൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പം യുഎസിൻ്റെ ആ ശ്രദ്ധ ഇസ്രായേലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉക്രൈൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാതെ വരികയും അങ്ങനെ റഷ്യക്ക് ഉക്രൈൻ്റെ മേൽ കുറച്ചും കൂടെ മേൽക്കൈ നേടുവാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ഇസ്രായേലിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടപ്പെടുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? തങ്ങൾക്ക് കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിൽ യുദ്ധം ചെയ്യാൻ സാധിക്കും, കുറച്ചും കൂടെ ഉക്രൈനെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു നേട്ടമായിട്ട് റഷ്യ പറയുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എണ്ണ വിലയിലെ വർധനവാണ്. നമുക്കറിയാമല്ലോ, യുദ്ധനിമിത്തം എണ്ണ വിലയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ വില വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടുന്ന മോസ്കോയ്ക്ക് ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിന് ധനസമാഹരണമായിട്ട് ഈ വരുമാനങ്ങളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുവാനൊക്കെ റഷ്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ആയിട്ട് പറയുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിച്ചാൽ ഈ നേട്ടങ്ങൾ അധികകാലം നിലനിൽക്കുകയില്ല എന്നുള്ളതും റഷ്യക്കറിയാം. അതുകൊണ്ടാണ് റഷ്യ പമ്മി നിൽക്കുന്നത്. ഞങ്ങൾ വരാം, നിങ്ങൾ വിളിക്കുക, മധ്യസ്ഥ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്ക് വേറെ ചില കോട്ടങ്ങൾ ഇത് മുഖാന്തരം ഉണ്ടാകും. അതായത് ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ട്രംപും റഷ്യൻ പ്രസിഡന്റിൻ്റെ വ്ളാഡിമിർ പുടിനും അടുത്തിടെ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഉക്രൈനിലെ യുദ്ധം തുടരുന്നുണ്ടെങ്കിലും വാഷിങ്ടണുമായുള്ള റഷ്യൻ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന പുടിൻ്റെ ലക്ഷ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നത്. അപ്പോൾ അവർ തമ്മിൽ ബായി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആ ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാം, നമുക്ക് മധ്യസ്ഥ അണയ്ക്കാം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ചില റഷ്യൻ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് പോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇറാനിലെ ഭരണകൂട തകർച്ചയുടെ അപകട സാധ്യതയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ ഭരണം ഇപ്പോൾ
മാറിപ്പോയി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉള്ള അലി ഖൊമൈനി എന്ന് പറയുന്ന വ്യക്തി മാറിയിട്ട് മറ്റൊരാളാണ് ആയത്തുള്ളയായി വരുന്നതും മറ്റൊരു ഭരണമാണ് അവിടെ വരുന്നതെങ്കിൽ, അപ്പോൾ ഒരു പക്ഷെങ്കിൽ ആയത്തുള്ളയുടെ അല്ലെങ്കിൽ അവിടെ ഈ മതരാഷ്ട്രത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ വരുന്നതെങ്കിൽ അത് റഷ്യക്ക് പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. കാരണം എന്താണ്, മോസ്കോവുമായിട്ടുള്ള അടുത്ത് സഹകരിച്ചിരുന്ന ഒരു ദീർഘകാല സർക്കാരിൻ്റെ പതനമാണ് തൽഫലമായിട്ടുണ്ടാകുക. അപ്പോൾ ഇനിയും വരുന്ന ഇറാനിൽ ഉയർന്നു വരാൻ പോകുന്ന പുതിയ അധികാരികളുമായിട്ട് സ്വാധീനത്തിനായിട്ട് റഷ്യ മറ്റുള്ളവരുമായിട്ടൊക്കെ മത്സരിക്കേണ്ടി വരും. കാരണം പുതിയ ഭരണകൂടം വരുമ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വഴങ്ങുന്നതായിരിക്കും. ഇസ്രായേലും അതേപോലെ അമേരിക്കയും ചൊൽപ്പടിയിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും ഇറാനിൽ ഭരണാധിപന്മാരായിട്ട് വരിക. മാത്രമല്ല ഒരു പക്ഷെങ്കിൽ ജനായത്ത ഭരണ സമ്പ്രദായത്തിലേക്ക് അവർ വരികയാണെങ്കിൽ മത നിയമങ്ങളൊക്കെ തന്നെ മാറുകയും, ഇപ്പോൾ ഷായുടെ മകൻ അവിടെ അധികാരിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്ഷം, അദ്ദേഹത്തിൻ്റെ സഹകാരികളൊക്കെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് അവിടെ പ്രക്ഷോഭങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം തന്നെ അതിന് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രാജഭരണം വേണ്ട എന്നാണ് നല്ല പങ്കാളികളും വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷത്തെ ഒരുമിച്ച് നിർത്താനായിട്ട് അവിടെ ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവുമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ അവിടുന്ന് വരുന്നുമുണ്ട്. അപ്പം ഈ കാരണത്താലാണ്, അല്ലെങ്കിൽ ഇതിനോടിടയ്ക്ക് തന്നെ അവിടുത്തെ മതാധിപത്യം എന്നേ അവസാനിച്ചേനെ. മതാധിപത്യം അവസാനിച്ചിട്ട് അവിടെ ഒരു സെക്യുലറിസം വരികയും മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ സാമ്പത്തിക അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. അവിടുത്തെ മതവിധികൾ ആരും തന്നെ പാലിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഖൊമേനിക്ക് കിട്ടുന്നതായ സപ്പോർട്ട് എന്ന് പറയുന്നത് തുച്ഛമാണ്. വിരലിലെണ്ണാവുന്ന സപ്പോർട്ടുകളൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളെയൊക്കെ ഇതിനോടിടയ്ക്ക് തന്നെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒളിവിലുമാണ്. ജനങ്ങളാൽ തന്നെ ഈ ഭരണകൂടത്തെ മറിച്ചിടണമെന്നും അങ്ങനെ മറിച്ചിടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പുതിയ ഭരണകൂടം വരുന്നത് തങ്ങളുടെ ചൊൽപ്പടി, അല്ലെങ്കിൽ തങ്ങളുടെ ചൊൽപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പാപങ്ങളായിട്ടല്ല, എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ കരുതാനും യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ സഹവർത്തിത്വം നടത്തത്തക്കവണ്ണം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് പോവുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ നിരീക്ഷണമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത് എന്നുള്ളത്? ഇതുവരെ ഈ സത്യങ്ങളെ, ഈ വസ്തുതകളെ മനസ്സിലാക്കാതെ ഇസ്രായേൽ തെമ്മാടിക്കൂട്ടമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇസ്രായേൽ ഒരു രാജ്യത്തും അന്യായമായി കയറി ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അവർ ഉപദ്രവിക്കുകയുമില്ല. അതേസമയം ഇറാന്റെ ആണവശക്തി പൂർണ്ണമായും നശിപ്പിക്കുവാൻ സാധിക്കില്ലെന്ന സംസാരമുണ്ടെങ്കിലും ഇസ്രായേലിൽ നെതന്യാഹുവിന് ലഭിച്ചത് വൻ സ്വീകരണമായിരുന്നു. אזרחי ישראל היקרים, אנחנו ביום השישי של מבצע עם כלביא. אנחנו יצאנו למבצע הזה כדי להסיר שני איומים קיומיים על מדינת ישראל. איום הגרעין ואיום הטילים הבליסטיים. אנחנו מתקדמים צעד אחר צעד בהסרת האיומים הללו. אנחנו שולטים בשמי טהרן, אנחנו מכים בעוצמה אדירה במשטר האייתולות, אנחנו פוגעים בגרעין, בטילים, במפקדות, בסמלי השלטון, ואני חייב להגיד לכם שאני מדבר עם מנהיגי העולם, יש התפעלות אדירה מהנחישות שלנו, מההישגים של כוחותינו, ויש גם התפעלות אדירה מכם, אזרחי ישראל, מהרוח האיתנה שלכם, מכוח העמידה שלכם, ואני רוצה להגיד, אנחנו סופגים הרבה אבדות כואבות, אבל אנחנו רואים שהעורף איתן, העם איתן, ומדינת ישראל חזקה מתמיד. הנחיתי את משרדי הממשלה להגיש סיוע לכל מי שנפגע. בד בבד נמשכת הלחימה העצימה ברצועת עזה. אנחנו מחויבים להמשיך ולהשיג את שתי המשימות, הכרעת החמאס והחזרת כל חטופינו, החיים והחללים כאחד. אנחנו לא מרפים מזה. לצערי, גם בימים האחרונים נפלו לנו לוחמים גיבורים. אני משתתף בצער המשפחות. אנחנו שולחים תנחומים בשם הממשלה והעם כולו, מחבקים אותם. אנחנו נמשיך עד שנביא את כולם ועד שהחמאס יוכרע סופית. אני מבקש להודות לנשיא טראמפ, ידיד גדול מאוד של מדינת ישראל. אני מודה לו על ההתייצבות לצידנו, אני מודה לו על התמיכה שארצות הברית מסייעת לנו בהגנה על שמי ישראל. אנחנו משוחחים ברציפות, כולל ששוחחנו אמש, שיחה מאוד חמה, ואני מבקש להודות לנשיא טראמפ על הגיבוי. אזרחי ישראל,
יחד נילחם, בעזרת השם, יחד ננצח. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നയാളാണ് നെതന്യാഹു. യുദ്ധം ഒരു പരിധിവരെ നെതന്യാഹുവിനെ അധികാരത്തിൽ തുടരാൻ സഹായിച്ചുവെന്നാണ് വാദം. അഴിമതി ആരോപണം, കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ ആരോപണങ്ങൾ നെതന്യാഹുവിന് നേരെയുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യാപകമായ ആക്രമണം 50,000-ലധികം സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നതിലേക്കും നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന പ്രതിച്ഛായയ്ക്ക് മാറ്റം വരുത്താനും ഗാസയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനും ഇറാനുമായുള്ള യുദ്ധം സഹായിച്ചു എന്ന് വേണം കരുതാൻ. ഇസ്രായേലുമായി പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തതിനാൽ ഇറാൻ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന വാദങ്ങളും വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വെടിനിർത്തൽ സ്വാഗതാർഹവും മേഖലയിലെ ദീർഘകാല യുദ്ധത്തിന്റെ സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കാകുലരായിരുന്ന ലോകശക്തിക്ക് ആശ്വാസം നൽകുന്നതുമാണ്. എന്നാൽ ഇതൊരു ദുർബലമായ സമാധാനമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത ആഘാതമേറ്റതായി US അവകാശപ്പെടുമ്പോൾ ടെഹ്റാൻ ഇത് നിഷേധിക്കുകയാണ്. ഈ സംഘർഷം ടെഹ്റാന്റെ ആണവശക്തി വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ കാരണങ്ങൾ നൽകി. ഇറാന്റെ യുറേനിയം ശേഖരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് തങ്ങൾക്ക് ഉറപ്പില്ലെന്ന് പാശ്ചാത്യ ശക്തികൾ സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ വെടിനിർത്തൽ ഒരാശ്വാസമാണെങ്കിലും നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനും വട്ടമേശയ്ക്ക് ചുറ്റും ഒത്തുകൂടുമെന്നും നയതന്ത്രം ശാശ്വത സമാധാനം സ്ഥാപിക്കുമെന്നും ലോകം പ്രതീക്ഷിക്കുന്നു.